Hi everyone, I'm Dr. Nafina Jasmin, consultant dermatologist. So, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ടിപ്പ് സൺ പ്രൊട്ടക്ഷനെ കുറിച്ചാണ്. നമ്മുടെ മെഡിക്കൽ ടേമിന് ഇതിനെ ഫോട്ടോ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നു. ഫോട്ടോ സ്റ്റാൻഡ്സ് ഫോർ സൺ. സോ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കോമൺ സൺ ഇൻഡ്യൂസ്ഡ് പ്രോബ്ലംസ്, അതായത് വെയിൽ കാരണം ഉണ്ടാകുന്ന കോമൺ രണ്ട് പ്രോബ്ലം എന്ന് എല്ലാവരും പറയാറുള്ള സൺ ടാനും ടാനിങ്, പിന്നെ ഉള്ളത് സൺ ബേൺ ആണ്. സോ നമ്മുടെ ഇന്ത്യൻ സ്കിന്നിൽ യൂഷ്വലി നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ സൺ ടാനിങ് ആണ്. സോ നമ്മുടെ ഇന്ത്യൻ സ്കിൻ എന്ന് പറയുമ്പോൾ ഒരു 4, 5, 6 ടൈപ്സിൽ വരുന്നതാണ്. അപ്പോൾ സ്കിൻ ടൈപ്സ് 1, 2, 3, 4, 5, 6 ടൈപ്സ് ഉണ്ട്. സോ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ലിറ്റിൽ ഡാർക്ക് കോംപ്ലക്ഷൻ ആയതുകൊണ്ട് ഒരു 4 to 6 ടൈപ്സിലാണ് വരുന്നത്. സോ ആ ടൈപ്പ് ഓഫ് സ്കിന്നിൽ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന ചേഞ്ചാണ് സ്കിൻ ടാനിങ് കൂടുതൽ ഉണ്ടാവുന്നത്. ടൈപ്പ് 1 and 2 എന്ന് പറയുന്നത് വൈറ്റ് സ്കിന്നാണ് അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സിനാണ്. അവർക്കുണ്ടാവുന്ന കോമൺ പ്രോബ്ലമാണ് സൺ ബേൺ, അതായത് പൊള്ളൽ, ബ്ലിസ്റ്റേഴ്സ്, ബേൺസ് അങ്ങനെ വരുന്ന ഇഷ്യൂസ്. ഇത് രണ്ടും അല്ലാതെ വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സൺ അലർജീസ് ആണ്. നമ്മളൊരു സെറ്റ് ഓഫ് സൺ ഇൻഡ്യൂസ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ പറയും ഫോട്ടോ ഡെർമറ്റോസിസ് എന്ന് പറയും. ഫോട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൺ, ഡെർമറ്റോസിസ് എന്ന് പറയുന്ന സൺ കാരണം ഉണ്ടാകുന്ന ഡെർമറ്റോളജിക്കൽ കണ്ടീഷൻസ്. അതിൽ ഒരെണ്ണമാണ് സൺ അലർജീസ്. അപ്പോൾ നമ്മളിത് സൺ കാരണമാണ് ഈ അലർജി ഉണ്ടാകുന്നതെന്ന് എങ്ങനെ മനസ്സിലാവും? സോ അത് നമ്മുടെ ഏരിയാസ് എഫക്റ്റഡ് ഏരിയാസ്, എക്സ്പോസ്ഡ് ഏരിയാസിൽ മാത്രമേ നമ്മൾ ഈ സ്കിൻ അലർജീസ് ചേഞ്ചസ് കാണുള്ളൂ. അപ്പം എക്സ്പോസ്ഡ് ഏരിയാസ് നമ്മൾ ഫേസ്, നമ്മളെ ഇയേഴ്സ്, നെക്ക്, കൈകൾ കാണുന്ന ഭാഗം, അപ്പം കാലുകൾ. അപ്പം കൈ ആണെങ്കിൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു ഹാഫ് സ്ലീവ് ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും ഇടുന്ന ഹാഫ് സ്ലീവ് ടോപ്പ്, ഹാഫ് സ്ലീവ് ഷർട്ട് ഇടുകയാണെങ്കിൽ സ്ലീവ് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു കളർ ഡിഫറൻസ് അല്ലെങ്കിൽ ആ സ്കിൻ ചേഞ്ചസ്. സോ വിൽ ബി വെരി എവിഡൻറ്റ്. അപ്പം അലർജീസ് ഉണ്ടാകുമ്പോൾ ചിലപ്പം ഈ സ്ലീവിന് താഴെയുള്ള ഏരിയാസിലായിരിക്കും അലർജീസ് ഉണ്ടാവുക, സ്കിൻ ചേഞ്ചസ് ഉണ്ടാവുക, മുകളിൽ കവേർഡ് ഏരിയാസിൽ ഉണ്ടാവില്ല. സോ എക്സ്പോസ്ഡ് ഏരിയാസിൽ ഉള്ള സ്കിൻ ചേഞ്ചസ് വെച്ചിട്ടാണ് നമ്മൾ ആ സൺ അലർജി ആണെന്നുള്ളത്, സൺ ഇൻഡ്യൂസ് അലർജി ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ വേറൊരു പർട്ടിക്കുലർ ഏരിയ എന്നൊരു വി ഏരിയ ഓഫ് നെക്ക്. നമ്മൾ ഷർട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കോളറിന് ഉള്ളിലുള്ള ഒരു ഏരിയ മാത്രമായിരിക്കും എഫക്റ്റഡ് ആവുക. സോ വി ഏരിയ ഓഫ് നെക്ക്, ബാക്കി ഏരിയാസ് നോർമൽ ആയിരിക്കും. സോ വി ഏരിയ ഓഫ് നെക്ക് അങ്ങനെ സ്പെസിഫിക് ഏരിയാസിൽ കാണുമ്പോൾ നമ്മൾ സൺ അലർജി ആണെന്ന് മനസ്സിലാവും. ഇപ്പോൾ വെയിൽ കാരണം ഉണ്ടാവുന്ന എന്ത് ഡാമേജ് ആണ്? ഓക്സിഡേറ്റീവ് ഡാമേജ് എന്ന് പറയാം. സോ എന്ന് വെച്ചാൽ ഒരു റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്, ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞ കുറച്ച് മോളിക്യൂൾസ്, അത് നമ്മുടെ സ്കിന്നിനെ, നമ്മുടെ ബോഡീനെ അറ്റാക്ക് ചെയ്യും. ഓക്സിഡേറ്റീവ് ഡാമേജ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് യൂഷ്വലി കൊടുക്കുക. ആൻറ്റി ഓക്സിഡൻസ് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉണ്ട്. സൺ ഓക്സിഡേറ്റീവ് ഡാമേജ് ഉണ്ടാക്കുന്നു. അത് കാരണം ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് വെച്ചാൽ റിംഗ്ലിങ്, സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ, അല്ലെങ്കിൽ റഫ് ടെക്സ്ചർ ഡാമേജ് ചെയ്യും. പിന്നെ ഏജിങ്, സ്കിന്നിൽ ഏജിങ് കൂടുതലായിട്ട് കാണിക്കും. അപ്പം ഫോട്ടോ ഏജിങ് എന്ന് ഇതിന് പറയുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട ടൈമാണ്. നമ്മുടെ 11 മണിക്കും ഒരു 3 മണിക്കും ഇടയിലുള്ള ഒരു ടൈം എന്ന് വെച്ചാൽ UVB റേസ് അധികമുള്ളൊരു ടൈമാണ്. സോ ആ ടൈമിൽ പരമാവധി നമ്മൾ എക്സ്പോസ് ചെയ്യാതിരിക്കാമെന്ന് ശ്രമിക്കുക. പിന്നെ സൺസ്ക്രീനിൻ്റെ റോള്. ഇപ്പം സൺസ്ക്രീൻ എല്ലാവർക്കും ഇപ്പം ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. സൺസ്ക്രീൻ നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യണം, എത്ര തവണ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. സോ എപ്പോഴും അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 20 minutes ബിഫോർ മുന്നെങ്കിലും പുറത്ത് പോകുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യണം. ഡെയിലി അപ്ലൈ ചെയ്യാനായിട്ടൊരു ശീലമാക്കുക അത്. ഇപ്പം ചില പേഷ്യൻസ് പറയും ലൈക്ക് ടൈമില്ലാത്തതുകൊണ്ട് മാം പുറത്ത് പോകുന്നതിന് ജസ്റ്റ് മുന്നേ ഒരു ലെയർ ഇറങ്ങി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആക്ഷൻ ഒരു ഇഫക്റ്റ് ഉണ്ടാവില്ല. 20 minutes, അറ്റ്ലീസ്റ്റ് 20 to 30 minutes ബിഫോർ. എത്ര തവണ? 2 hours റിപ്പീറ്റ് ഇസ് വാട്ട് വി അഡ്വൈസ്. പറ്റുന്നുണ്ടെങ്കിൽ 2 to 3 hours ഗ്യാപ്പിൽ ഒരു 3 times അപ്ലൈ ചെയ്യുക. എസ്പെഷ്യലി ഈ വെയിലത്ത് വർക്ക് ചെയ്യുന്ന പോലത്തെ ജോലി, വെയിലത്തുണ്ടാകുന്ന ടൈപ്പ് ജോലിയാണെങ്കിൽ, എക്സ്പോഷർ കൂടുതലുള്ള ടൈമാണെങ്കിൽ, അല്ലെങ്കിൽ ആ ടൈമിൽ ട്രാവൽ കൂടുതലുള്ള ഒരു ജോലിയാണെങ്കിൽ നമ്മൾ ആ ഒരു 2 hourly റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ, അഡിറ്റീവ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഹാറ്റ്സ് അല്ലെങ്കിൽ ക്യാപ്സ്, അംബ്രല്ല, അതൊക്കെ മാക്സിമം യൂസ് ചെയ്യാം.
അപ്പോൾ ഇന്ന് ഞാൻ സംസാരിച്ചത് സൺ ഇൻഡ്യൂസ് പ്രോബ്ലംസ്, അത് വെയിൽ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൻ്റെ ബേസിക് ഒരു പ്രൊട്ടക്റ്റീവ് മെഷേഴ്സിനെ കുറിച്ചാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് സൺസ്ക്രീൻസിനെ കുറിച്ചാണ്. സൺസ്ക്രീനിൻ്റെ നിങ്ങൾ എല്ലാവരുടെയും ഒരു കോമൺ ഡൗട്ടുള്ള SPF ഫാക്ടറിനെ കുറിച്ചും ഏത് ടൈപ്പ് ഓഫ് സ്കിന്നിൽ ഏത് ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ യൂസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ ഞാൻ സംസാരിക്കാം.